ആർക്കിടെക്റ്റും ദേവസേനയും വീട് വെച്ച് ഒട്ടും വേണ്ട കേട്ടോ. യാത്ര കാട്ടിലോട്ട് തന്നെയാണ്. നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ലാസ്റ്റ് അല്ല അതിന് മുമ്പിലത്തെ സഫാരി വീഡിയോയിലിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം എല്ലാവരും ഭയങ്കര ഫണ്ണിയായിട്ട് എടുത്തു. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ പിന്നെ ഈ ലെറ്റർ ബോക്സാണ് കഥാപാത്രം കേട്ടോ. അപ്പോൾ ഈ ലെറ്റർ ബോക്സിനെ എന്തായാലും ഒന്ന് കാണിച്ചേ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഓൾറെഡി ഈ വീഡിയോ ചെയ്തതായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ത്രിനേത്ര ഗണേശ ടെമ്പിളിൽ പോയ വീഡിയോ ആണ്. ഞാൻ രണ്ടാമതും പോയി അപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇതാണ് ആ ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഫുൾ മഞ്ഞ കേട്ടോ. ഫുൾ മഞ്ഞെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മളൊരു 6 മണിയാകുമ്പോഴേ കാട്ടിലോട്ടുള്ള വഴി തുറക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഗേറ്റ് തുറന്നപ്പോൾ കയറിയതാണ്. ഒത്തിരി നടക്കാനുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു ഇതിലാണ്, ആ വീഡിയോയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതന്ന് നമ്മൾ ആ വീഡിയോയിൽ കണ്ട വഴിയിലത്തെ ചായക്കട. ഈ പ്രാവശ്യം ഇവിടുന്ന് ഒരു ചായ കുടിക്കണമെന്ന് എന്തായാലും വിചാരിച്ചതായിരുന്നു. പക്ഷേ ചായക്കട തണുപ്പ് കൂടിയിട്ടായിരിക്കും തുറന്നിട്ടില്ല. അതുപോലെ തന്നെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ അമ്പലത്തിലോട്ട് പോകുന്നതിൻ്റെ വഴികളിൽ ഇങ്ങനെ നിറച്ച് വീട് വെക്കുക കല്ലുകൊണ്ട്. അതായത് നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ട് വീട് വെക്കാൻ പറ്റാത്തവർ ഇവിടെ വന്ന് ഇങ്ങനെ വീട് വെച്ചാൽ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അന്ന് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം ചെയ്തു. കാര്യം എല്ലാ ഒത്തിട്ടും നമുക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. എനിക്ക് ആ നാട്ടിൽ വീട് എന്ന് പറഞ്ഞൊരു സ്വപ്നം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പിന്നെ ഇങ്ങനെ കൂടെ ഒന്ന് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. നിങ്ങളും പ്രയാസമാണ് ഇത് എത്രയും പെട്ടെന്നൊരു വീടായിട്ട് വരട്ടെ എന്ന്. പിന്നെ ഇത് ആ ഒരു ജൈൻ ടെമ്പിൾ, ഇതിൻ്റെ ആ പാർട്ടിലെ സെക്കൻഡ് വീഡിയോയിലുള്ള ജൈൻ ടെമ്പിളുണ്ട്. എന്തൊരു ഭംഗിയാണെന്നറിയോ. കാട്ടിൽ നിറച്ച് മയില് അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു ഇത് ഞാൻ ആ വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ല. ഇതെല്ലാം ഞാൻ ഷോർട്സിന് വേണ്ടി ആ ഒരു ഫോർമാറ്റിലെടുത്ത വീഡിയോസാണ്. അതുകൊണ്ട് ആ ഫുൾ സ്ക്രീൻ എനിക്ക് കാണിക്കുമ്പോൾ അതിൻ്റെ ആ ഫുൾ ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. സൈഡെല്ലാം മഞ്ഞ് മൂടി കിടക്കും കേട്ടോ. അപ്പോൾ അതാ കൊട്ടാരത്തിൻ്റെ സൈഡിലായിട്ടൊരു ഛത്രി ബിൽഡിങ്, അതായത് ഒരു കൊടയുടെ ഷേപ്പിലുള്ള ഒരു ബിൽഡിങ് കേട്ടോ. അപ്പോൾ അത് രാജാവിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യം. ഇതിങ്ങനെ പൊക്കത്തിൽ ഫുള്ളി തുറന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ നടന്നു പോയപ്പോൾ എന്നെ ഏട്ടൻ വഴക്ക് പറയുകയും ചെയ്ത് ഇനി അതിൻ്റെ പുറത്തുനിന്നും കാണാൻ വീണാലോ എന്ന്. ഈ നടുക്കൊരു ഹോള് കണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് ആ ഹോളിൽ കൂടെ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വിളക്ക് എത്തിച്ചു വെച്ചിരിക്കുന്നതാണ്. അതിപ്പോൾ ക്രോസ് ചെയ്തിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ആരും കയറാതിരിക്കാം. അതുവഴി ഡൽഹിയിലെത്തുമെന്നാണ് പറയുന്നത്. ചാടല്ലേ, ചാടി വരുന്നു. അത് സ്ലിപ്പറി സ്റ്റെപ്സാ. ഇത് കോട്ടയ്ക്ക് 5 മെയിൻ എൻട്രൻസ്. ഇതെല്ലാം നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കാത്ത ഒരു കാര്യം, ഞാൻ പുതിയതായിട്ട് അറിഞ്ഞൊരു കാര്യമായിരുന്നു. ഇത് കണ്ടോ, കുതിരയുടെ കുളമ്പുകളാണ്. ഇത് എത്രമാത്രം പ്രാക്ടിക്കലാണെന്നൊക്കെ നമ്മളിപ്പോൾ ആലോചിക്കുമ്പം വിശ്വസിക്കാൻ ഇച്ചിരി പാടുണ്ട്. ഭയങ്കര പൊക്കത്തിലായി കരിങ്കല്ലിൻ്റെ ഈ കോട്ട. അപ്പോൾ പറയുന്നത് രാജാവിനെ ആക്രമിക്കാൻ വരുമ്പം രാജാവ് സ്വന്തം ഭയങ്കര കുതിര സവാരിയിലൊക്കെ ആൾ ഭയങ്കര എക്സ്പേർട്ടായിരുന്നു അത്ര. അപ്പോൾ ഈ കുതിരയിൽ ഈ കോട്ട ക്രോസ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുതിരയുടെ കുളമ്പിൻ്റെ പാടാന്നൊക്കെയാണ് പറയുന്നത്. എഴുതി വെച്ചിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം വിക്കിപീഡിയയിലൊക്കെ തപ്പുമ്പോൾ പോലും നമുക്കത് വായിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ഉള്ളതാവാം, അതിനെപ്പറ്റി എനിക്കറിയില്ല. അതാണ് ഞാൻ അന്ന് കണ്ടില്ല, ഇപ്പം കാണുന്നത്. ഇത് കണ്ടോ, ഇതെന്ന് വെച്ചാൽ ആ അമ്പലത്തിലേക്കുള്ള ആവശ്യങ്ങൾക്കും എല്ലാം നമുക്ക് ഇത്രയും സ്റ്റെപ്സ് ഉണ്ട്. നമുക്ക് നടന്ന് കയറി പോകാമെന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ ഈ കഴുതയുടെ പുറത്ത് ആണ് സാധനങ്ങളെല്ലാം ഇങ്ങനെ മണ്ട വരെ എത്തിക്കുന്നത്. നമുക്ക് അത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് കണ്ടപ്പോൾ ഒരു കഷ്ടം തോന്നി. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ അന്ന് കാണിക്കാൻ പറ്റാഞ്ഞ വേറൊരു കാര്യമാണ്, ലാസ്റ്റിൽ എന്തായാലും രാജാവ് വധിക്കപ്പെടും. അപ്പോൾ കോട്ടയുടെ പുറത്ത് പല വാതിലുണ്ടെന്ന് പറഞ്ഞല്ലോ. മെയിൻ വാതിലിൻ്റെ പുറത്ത് രാജാവിൻ്റെ തല വെട്ടി ഇങ്ങനെ വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടായിരിക്കാം അതവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്കവിടെ അതിൻ്റെ വാതിലിൽ കാണാൻ പറ്റി. കൊട്ടാരത്തിലെ ബാക്കി എല്ലാവരും ഞാൻ ആ അന്നേരം കാണിച്ച വഴിയില്ലേ, അതുവഴി ഡൽഹിക്ക് രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൽ ഒരുപാട് ആൾക്കാരാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. രുക്മിണി സ്വയംവരവുമായിട്ട് പോലും ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ ലെറ്റർ സംഭവം എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതിലൊക്കെ എത്ര കാര്യമുണ്ടെന്നൊന്നും നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല. എല്ലാം വിശ്വാസമല്ലേ. പിന്നെ പെട്ടെന്ന് നമ്മൾ തിരിച്ചിറങ്ങുന്ന
ആ ഒരു സമയത്ത് കണ്ടതാണ് ഇങ്ങനെ വേഷം കെട്ടിയ ഒരാൾ. നമ്മുടെ തെയ്യം കോലം അതേപോലെ എന്താണ് എന്നറിയത്തില്ല. പിന്നെ കാനന ഭംഗി, അത് പിന്നെ ഞാൻ പറയണ്ടായല്ലോ, കാട്ടിക്കൂടെ പോകുമ്പോൾ അത് പിന്നെ കാണാതിരിക്കുമല്ലോ. ഇനിയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് നടക്കാൻ, ഇത്രയും കാട്ടിക്കൂടെയുള്ള കയറ്റം എന്ന് പറയുന്നത് വലിയ പാടാണ് കേട്ടോ. അപ്പം ബ്രീത്തിങ് ഇഷ്യൂ ഭയങ്കരമായിട്ട് വരും. നമ്മൾ മേപ്പോട്ട് കയറുമല്ലോ, ഇപ്പോൾ ഓക്സിജൻ ലെവൽ കുറയും. പിന്നെ അവരെ എടുത്തുകൊണ്ട് പോകാനുള്ള മാർഗ്ഗമുണ്ട്. അപ്പോൾ രുക്മിണി സ്വയംവരമായിട്ട് പോലും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ലെറ്റർ ബോക്സ്. അപ്പം നമ്മുടെ വീട്ടിൽ എന്ത് നല്ല സന്തോഷം ഉണ്ടെങ്കിലും നമുക്ക് ലെറ്റർ എഴുതി അറിയിക്കാം. ഇനി കല്യാണം ഉണ്ടെങ്കിൽ നമുക്ക് ലെറ്റർ എഴുതി ആദ്യം വിളിക്കുന്ന ഗസ്റ്റ് ആണെന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറയപ്പെടുന്നത് കേട്ടോ. അങ്ങനെ അവർ വിശ്വസിക്കുന്നത്. ഞാനത് നേരി കണ്ടതാ. കല്യാണത്തിൻ്റെ വേഷം കാണിക്കാൻ കൊണ്ടുവരുന്നു ഭഗവാനെ. അതുപോലെ തന്നെ പോസ്റ്റ്മാൻ വൈകിട്ട് ലെറ്റർ കൊണ്ട് കൊടുക്കുന്നു, പൂജാരി രാവിലെ എല്ലാ ലെറ്ററും വായിച്ച് ചെയ്യിപ്പിക്കുന്നു. അറിയാൻ വയ്യാത്ത ഭാഷയാണെങ്കിൽ തുറന്നു വെക്കുന്നു. നല്ല രസമായിട്ട് തോന്നില്ല? ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ? എളുപ്പം പോകൂ. ഡിസ്ക്രിപ്ഷനിൽ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് താങ്ക്സ്.